Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit, and in our today's Kerala Renaissance class, we are continuing from our previous class, the important agitations and revolutions in modern Kerala. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞു നിർത്തിയത് നവോത്ഥാന കേരളത്തിലെ അല്ലെങ്കിൽ മോഡേൺ കേരള എന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ, പ്രക്ഷോഭങ്ങൾ മുതലായ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചാന്നാർലഹള വരെയുള്ള ഭാഗമാണ് ചർച്ച ചെയ്ത് നിർത്തിയത്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ is an agitation held in the Travancore to secure government jobs to the educated peoples in Travancore. മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ നടന്നൊരു പ്രക്ഷോഭമാണ്. യോഗ്യതയുള്ള തിരുവിതാംകൂറുകാരായിട്ടുള്ള വ്യക്തികൾക്ക് തന്നെ തിരുവിതാംകൂറിലെ സർക്കാർ ജോലികൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് വന്ന പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ യോഗ്യതയുള്ള തിരുവിതാംകൂറുകാരായ വ്യക്തികൾക്ക് തന്നെ സർക്കാർ ജോലികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലികൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വന്ന പ്രക്ഷോഭമാണ് 1891 മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ is a memorandum that was submitted by a group of citizens under the leadership of Barrister G.P. Pilla and K.P. Shankaramenon to the Maharaja of Travancore Srimulam Tirunal on 1st January 1891. മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് ബാരിസ്റ്റർ G.P. പിള്ള, K.P. ശങ്കരമേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ വളരെയധികം ആൾക്കാർ ഒപ്പിട്ട ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് 1891 ജനുവരി 1 ബാരിസ്റ്റർ G.P. പിള്ള, K.P. ശങ്കരമേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ വളരെയധികം പേരൊപ്പിട്ട ഒരു മെമ്മോറാണ്ടം അല്ലെങ്കിൽ ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അത് സമർപ്പിച്ചത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ്. അത് സമർപ്പിച്ച തീയതി 1891 ജനുവരി 1. This memorandum or the Malayali Memorial was signed by 10,028 people. 10,028 ആൾക്കാരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത്. മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത് 10,028 ആൾക്കാരാണ്. മലയാളി മെമ്മോറിയൽ വാസ് ഡ്രാഫ്റ്റഡ് ബൈ C.V. രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ വ്യക്തി അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് C.V. രാമൻപിള്ളയാണ്. C.V. രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയൽ ഡ്രാഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയത്. ദ ഫസ്റ്റ് സിഗ്നേറ്ററി ഓഫ് മലയാളി മെമ്മോറിയൽ വാസ് K.P. ശങ്കരമേനോൻ. ദ സെക്കൻഡ് സിഗ്നേറ്ററി വാസ് ബാരിസ്റ്റർ G.P. പിള്ള ആൻഡ് ദ തേർഡ് സിഗ്നേറ്ററി വാസ് ഡോക്ടർ പൽപു. മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പിട്ട വ്യക്തി അല്ലെങ്കിൽ ഫസ്റ്റ് സിഗ്നേറ്ററി എന്ന് പറയുന്നത് K.P. ശങ്കരമേനോനാണ്. രണ്ടാമതായിട്ട് ഒപ്പിട്ട വ്യക്തി ബാരിസ്റ്റർ G.P. പിള്ളയാണ്. മൂന്നാമതായിട്ട് ഒപ്പിട്ട വ്യക്തി ഡോക്ടർ പൽപു ആണ്. മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പിട്ട വ്യക്തി K.P. ശങ്കരമേനോൻ, രണ്ടാമതായിട്ട് ഒപ്പിട്ട വ്യക്തി G.P. പിള്ള, മൂന്നാമതായിട്ട് ഒപ്പിട്ട വ്യക്തി ഡോക്ടർ പൽപു. The slogan of Malayali Memorial was Travancore for Travancoreans. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ്, തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ സ്ലോഗൻ. മലയാളി മെമ്മോറിയലിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് അല്ലെങ്കിൽ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം. The Diwan of Travancore at the time of Malayali Memorial was T. രാമറാവു. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്തെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു T. രാമറാവു. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നു T. രാമറാവു. C.V. രാമൻപിള്ള wrote an editorial about Malayali Memorial in the newspaper മിതഭാഷി. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് C.V. രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് മിതഭാഷി. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് C.V. രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ അല്ലെങ്കിൽ മുഖപ്രസംഗം എഴുതിയ പത്രമാണ്
മിതഭാഷി. ഇപ്പൊ മലയാളി മെമ്മോറിയൽ വർഷം 1891. തിരുവിതാംകൂറിലെ യോഗ്യതയുള്ള തിരുവിതാംകൂറുകാർക്ക് തന്നെ തിരുവിതാംകൂറിലെ ഗവൺമെന്റ് ജോലികൾ ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് ഒരു മെമ്മോറാണ്ടം അല്ലെങ്കിൽ നിവേദനമാണ്. അതിന് മുൻകൈയെടുത്ത വ്യക്തികളാണ് ബാരിസ്റ്റർ G.P. പിള്ളയും K.P. ശങ്കരമേനോനും. ബാരിസ്റ്റർ G.P. പിള്ളയുടെയും K.P. ശങ്കരമേനോന്റെയും നേതൃത്വത്തിലെ മലയാളി മെമ്മോറിയൽ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നത് 1891 ജനുവരി 1-നാണ്. ആകെ 10,028 പേരാണ് മലയാളി മെമ്മോറിയൽ ഒപ്പിട്ട വ്യക്തികള്. മലയാളി മെമ്മോറിയൽ ഡ്രാഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് C.V. രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പിട്ട വ്യക്തി K.P. ശങ്കരമേനോനാണ്. രണ്ടാമതായി ഒപ്പിട്ടത് G.P. പിള്ളയാണ്. മൂന്നാമതായിട്ട് ഒപ്പിട്ടത് ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് അല്ലെങ്കിൽ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു T. രാമറാവു. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് C.V. രാമൻപിള്ള എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എഴുതിയ പത്രമാണ് മിതഭാഷി. നെക്സ്റ്റ് വൺ ഈസ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ in 1896. Eerawa Memorial was a mass petition submitted by the Eerawa caste to allow educated people to enter into the government jobs of Travancore. ഈഴവ മെമ്മോറിയൽ വർഷം 1896. ഈഴവ മെമ്മോറിയലിന്റെ വർഷം 1896. ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തികൾക്ക് യോഗ്യതയുള്ളവർക്ക് തിരുവിതാംകൂറിലെ ഗവൺമെന്റ് ജോലികളിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സമർപ്പിച്ച ഒരു പരാതിയാണ് അല്ലെങ്കിൽ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട യോഗ്യതയുള്ള വ്യക്തികൾക്ക് തിരുവിതാംകൂറിലെ ഗവൺമെന്റ് ജോലികളിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സമർപ്പിച്ച പരാതിയാണ് അല്ലെങ്കിൽ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന്റെ വർഷം 1896. The leader of ഈഴവ മെമ്മോറിയൽ വാസ് ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഡോക്ടർ പൽപ്പു. The mass petition Eerawa Memorial was submitted to the Maharaja of Travancore, Srimulam Tirunal, on 3rd September 1896. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച ദിവസമാണ് 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച ദിവസം 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ വാസ് സൈൻഡ് ബൈ എ ടോട്ടൽ ഓഫ് 13,176 പീപ്പിൾ. ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടത് 13,176 ആൾക്കാരാണ്. 13,176 ആൾക്കാരാണ് ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടത്. The Diwan at the time of ഈഴവ മെമ്മോറിയൽ വാസ് ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിക്കുമ്പോഴുള്ള തിരുവിതാംകൂർ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിക്കുമ്പോഴുള്ള തിരുവിതാംകൂറിലെ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. Due to the failure of ഈഴവ മെമ്മോറിയൽ, a second ഈഴവ മെമ്മോറിയൽ submitted to the Viceroy of India, Lord Curzon, in 1900. ഈഴവ മെമ്മോറിയൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1900 അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിന് ഒരു രണ്ടാം ഈഴവ മെമ്മോറിയൽ കൂടി സമർപ്പിച്ചു. അപ്പോൾ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1900. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ മുമ്പാകെയാണ്. അപ്പോൾ ഈഴവ മെമ്മോറിയൽ വർഷം 1896.
തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട യോഗ്യതയുള്ളവർക്ക് തിരുവിതാംകൂറിലെ ഗവൺമെന്റ് ജോലികളിലെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പരാതിയാണ് അല്ലെങ്കിൽ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ നേതൃത്വം കൊടുത്ത വ്യക്തി ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടത് 13,176 ആൾക്കാരാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാനാണ് ശങ്കര സുബയ്യ. ഈഴവ മെമ്മോറിയൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1900 അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിന് ഒരു രണ്ടാം ഈഴവ മെമ്മോറിയൽ കൂടി സമർപ്പിച്ചു. നെക്സ്റ്റ് വൺ ഈസ് മലബാർ റിബലിയൻ ഓർ ദ മാപ്പിള റിബലിയൻ ഇൻ 1921. മലബാർ റിബലിയൻ or the Mappala Rebellion in 1921. Malabar Rebellion or the Mappala Rebellion was one of the incidents in Kerala related to Khilafat movement. അടുത്തത് മലബാർ വിപ്ലവം അല്ലെങ്കിൽ മാപ്പിള ലഹള വർഷം 1921. മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള വർഷം 1921. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനമായ സംഭവമാണ് മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം വർഷം 1921. The Malabar Rebellion was an armed uprising in 1921 by the landlords of Malappuram against British. 1921 മലപ്പുറത്തെ ഭൂവുടമകളും ബ്രിട്ടീഷുകാരുമായി നടന്ന സായുധ സംഘർഷമാണ് മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം. 1921 മലപ്പുറത്തെ ഭൂവുടമകളും ബ്രിട്ടീഷുകാരുമായി നടന്ന സായുധ കലാപമാണ് മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള ലഹള വർഷം 1921. The main reason behind the Malabar Rebellion was the arrest of Khilafat Committee Secretary Vadakkeveetil Muhammad in relation with the Pookotur incident. മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം പൂക്കോട്ടൂർ സംഭവത്തെ തുടർന്ന് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേവീട്ടിൽ മുഹമ്മദ് എന്ന വ്യക്തിയുടെ അറസ്റ്റാണ്. മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം തുടങ്ങാനുള്ള കാരണം പൂക്കോട്ടൂർ സംഭവത്തെ തുടർന്ന് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേവീട്ടിൽ മുഹമ്മദ് എന്ന വ്യക്തിയുടെ അറസ്റ്റിനെ തുടർന്നാണ് മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. The main leaders of Malabar Rebellion were വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ ആൻഡ് ആലി മുസ്ലിയാർ. മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപത്തിന്റെ പ്രധാന നേതാക്കന്മാരായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ. മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപത്തിന്റെ പ്രധാന നേതാക്കളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ. എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് wrote his personal memorial in the book ഖിലാഫത്ത് സ്മരണകൾ related to മലബാർ റിബലിയൻ. മലബാർ കലാപത്തെക്കുറിച്ച് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകമാണ് ഖിലാഫത്ത് സ്മരണകൾ. മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപത്തിനെ പറ്റി എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകമാണ് ഖിലാഫത്ത് സ്മരണകൾ. The main center of Malabar Rebellion was തിരൂരങ്ങാടി. മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി ആയിരുന്നു. മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി. On 10th November 1921, the Mappila prisoners in rebellion were packed in a railway goods wagon from Tirur to Coimbatore, and when train reached the Podannur station, 67 out of 90 prisoners died due to suffocation. This is known as wagon tragedy. മാപ്പിള കലാപത്തെ തുടർന്ന് അറസ്റ്റിലായ മാപ്പിള തടവുകാരെ 1921 നവംബർ 10 തിരൂരിൽ നിന്നും കോയമ്പത്തൂരേക്ക് ചരക്ക് തീവണ്ടിയിൽ കയറ്റി അയച്ചു.
അതിൽ പോടന്നൂർ എന്ന റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ 90 തടവുകാരിൽ 67 പേരും ശ്വാസം മുട്ടി മരിച്ചു. ഈ സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. 1921 നവംബർ 10 മാപ്പിള കലാപത്തെ തുടർന്ന് അറസ്റ്റിലായ മാപ്പിള തടവുകാരെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ചരക്ക് തീവണ്ടിയിൽ കയറ്റി അയക്കുകയും അതിൽ ശ്വാസം മുട്ടി ട്രെയിനിലുണ്ടായിരുന്ന 90 തടവുകാരിൽ 67 പേരും പോടന്നൂർ എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഇതിനെയാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. ദ എൻക്വയറി കമ്മീഷൻ റിലേറ്റഡ് ടു വാഗൺ ട്രാജഡി വാസ് നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. ദ വാഗൺ ട്രാജഡി മോൺമെന്റ് സിറ്റുവേറ്റഡ് അറ്റ് തിരൂർ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. ദ ഫേമസ് ഹിസ്റ്റോറിയൻ സുമിത് സർക്കാർ റെഫേഴ്സ് വാഗൺ ട്രാജഡി ആസ് ബ്ലാക്ക് ഹോൾ ഓഫ് പോടന്നൂർ. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോടന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോടന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് സുമിത് സർക്കാർ. ഇപ്പം മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം വർഷം 1921. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അരങ്ങേറിയ സംഭവമാണ് മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം. 1921 മാപ്പിള കലാപം മലപ്പുറത്തെ ഭൂ ഉടമകളും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. പെട്ടെന്ന് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം പൂക്കോട്ടൂർ സംഭവത്തെ തുടർന്ന് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന വ്യക്തിയുടെ അറസ്റ്റാണ്. മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപത്തിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീരിക്കോയ തങ്ങൾ, ആലി മുസലിയാർ. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് സ്മരണകൾ എന്ന ബുക്ക് എഴുതിയ വ്യക്തിയാണ് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ ലഹളയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് തിരൂരങ്ങാടി. വാഗൺ ട്രാജഡി സംഭവിച്ചത് 1921 നവംബർ 10 1921 നവംബർ 10 മാപ്പിള തടവുകാര് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ചരക്ക് തീവണ്ടിയിൽ യാത്ര അയക്കുകയും അവർ ശ്വാസം മുട്ടി 67 പേര് മരണപ്പെടുകയും ചെയ്തു. അതാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. വാഗൺ ട്രാജഡി സംഭവത്തെ ബ്ലാക്ക് ഹോൾ ഓഫ് പോടന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇക്വാലിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് അജിറ്റേഷൻ ഓർ ദ പൗരസമത്വ പ്രക്ഷോഭ. ദ ഇയർ 1919 to 1922. Equality of citizenship agitation or Paurasamatva Prakshobha during the period 1919 to 1922. Equality of citizenship agitation or the Paurasamatva Prakshobha was an agitation held during the period of 1919 to 1922 in Travancore. അടുത്തത് ഇക്വാളിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് അജിറ്റേഷൻ അല്ലെങ്കിൽ പൗരസമത്വ പ്രക്ഷോഭം. ഇക്വാളിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് അജിറ്റേഷൻ അല്ലെങ്കിൽ പൗരസമത്വ പ്രക്ഷോഭം. പൗരസമത്വ പ്രക്ഷോഭം നടക്കുന്നത് 1919 1922 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലാണ്. പൗരസമത്വ പ്രക്ഷോഭം അല്ലെങ്കിൽ ഇക്വാലിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് അജിറ്റേഷൻ നടക്കുന്നത് 1919 1922 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലാണ്. ദ റീസൺ ഫോർ ഇക്വാലിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് അജിറ്റേഷൻ വാസ് എ ഡിമാൻഡ് ഓഫ് നോൺ ഹിന്ദുസ് ആൻഡ് അവർണാസ് ഫോർ ദ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. പൗരസമത്വ പ്രക്ഷോഭം അല്ലെങ്കിൽ ഇക്വാലിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് അജിറ്റേഷന് കാരണം റവന്യൂ വകുപ്പിലേക്ക് അഹിന്ദുക്കളും താഴ്ന്ന ജാതിക്കാരുമായിട്ടുള്ള ആൾക്കാരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ്. പൗരസമത്വ പ്രക്ഷോഭം അല്ലെങ്കിൽ ഇക്വാലിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് അജിറ്റേഷൻ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ റവന്യൂ വകുപ്പില്
അഹിന്ദുക്കളും അവർണരുമായിട്ടുള്ളവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ്. The ruler of Travancore at the time of Equality of Citizenship Agitation or the പൗരസമത്വ പ്രക്ഷോഭ was ശ്രീമൂലം തിരുനാൾ. പൗരസമത്വ പ്രക്ഷോഭം അല്ലെങ്കിൽ ഇക്വാലിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് അജിറ്റേഷൻ നടക്കുന്ന സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവാണ് ശ്രീമൂലം തിരുനാൾ. പൗരസമത്വ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. As a result of this agitation, the Department of Devasam splitted from the Revenue Department. പൗരസമത്വ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വകുപ്പ് മാറ്റി സ്ഥാപിച്ചു. പൗരസമത്വ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് ദേവസ്വം എന്ന് പറയുന്ന വിഭാഗം റവന്യൂ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റൊരു വകുപ്പായിട്ട് സ്ഥാപിച്ചു. ഇപ്പൊ പൗരസമത്വ പ്രക്ഷോഭം വർഷം 1919 മുതൽ 1922 വരെ പൗരസമത്വ പ്രക്ഷോഭം അല്ലെങ്കിൽ ഇക്വാളിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് അജിറ്റേഷൻ. പൗരസമത്വ പ്രക്ഷോഭം നടന്നത് തിരുവിതാംകൂറിലാണ്. പൗരസമത്വ പ്രക്ഷോഭത്തിന് കാരണം അഹിന്ദുക്കളും അവർണരുമായിട്ടുള്ളവർക്ക് തിരുവിതാംകൂറിലെ റവന്യൂ വകുപ്പിലെ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. പൗരസമത്വ പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. പൗരസമത്വ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് റവന്യൂ വകുപ്പിൽ നിന്നും ഏത് വകുപ്പാണ് മാറ്റി സ്ഥാപിച്ചത്? ദേവസ്വം വകുപ്പ്. നെക്സ്റ്റ് വൺ ഈസ് വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹ ഇൻ 1924. Vaikam Satyagraha was the first major struggle for the eradication of untouchability in India. വൈക്കം സത്യാഗ്രഹം വർഷം 1924. വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം 1924. ഇന്ത്യയിൽ ആദ്യമായിട്ട് അയിത്തത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഇൻ ദ കാക്കിനഡ സെഷൻ ഓഫ് INC in 1923, T.K. Madhavan passed a resolution related to eradication of untouchability in India. This is where the Vaikam Satyagraha was started. വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടക്കമെന്ന് പറയുന്നത് 1923 INCയുടെ കാക്കിനഡ സെഷനില് T.K. മാധവൻ അയിത്തത്തിനെതിരായി അവതരിപ്പിച്ച പ്രമേയമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 1923 INCയുടെ കാക്കിനഡ സെഷനില് T.K. മാധവൻ അയിത്തത്തിനെതിരായി അവതരിപ്പിച്ച പ്രമേയമാണ്. The queen at the time of Vaikam Satyagraha in Travancore was Regent Rani Sethu-Lakshmi Bai. വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂറിലെ മഹാറാണിയായിരുന്നു റീജന്റ് റാണി സേതുലക്ഷ്മി ഭായി. വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂറിലെ റാണിയായിരുന്നു റീജന്റ് റാണി സേതുലക്ഷ്മി ഭായി. വൈക്കം സത്യാഗ്രഹ started on 13th March 1924 at വൈക്കം ടെമ്പിൾ റോഡ്, കോട്ടയം. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1924 മാർച്ച് 30 കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ വെച്ചാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1924 മാർച്ച് 30 കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള റോഡിൽ വെച്ചാണ്. The aim of Vaikam Satyagraha was the freedom of movement to all through the public roads around Vaikam Mahadeva temple. വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ എല്ലാ ജാതിക്കാർക്കുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ എല്ലാ ജാതിയിലും പെട്ട ആൾക്കാർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. The main leaders of Vaikam Satyagraha were T.K. Madhavan and K.P. Keshav Menon. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കന്മാരായിരുന്നു T.K. മാധവനും K.P. കേശവ മേനോനും. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കന്മാരായിരുന്നു T.K. മാധവനും K.P. കേശവ മേനോനും.
On November 1st, 1924, Mannathu Padmanabhan led a Savarna Jatha from Vaikam to Trivandrum at the request of Mahatma Gandhi. 1921 നവംബർ 1 മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഒരു സവർണ ജാഥ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. 1924 നവംബർ 1 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള സവർണ ജാഥ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ പുറപ്പെട്ടത്. എം.ഇ. നായിഡു ഓൾസോ ലെഡ് എ സവർണ ജാഥ ഫ്രം നാഗർകോവിൽ ടു തിരുവനന്തപുരം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എം.ഇ. നായിഡു നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു സവർണ ജാഥ നയിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എം.ഇ. നായിഡു നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു സവർണ ജാഥ നയിച്ചു. Gandhiji's second visit in 1925 to Kerala was to give support to വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകാൻ വേണ്ടിയിട്ടാണ് 1925 ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജിയുടെ 1925 രണ്ടാം കേരള സന്ദർശനം. E.V. രാമസ്വാമി നായ്ക്കർ or the Periyar led a procession from Madurai to Vaikam related to Vaikam Satyagraha. Therefore, he is known as Vaikam Veerar. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് കാൽനട ജാഥയായി വന്ന വ്യക്തിയാണ് E.V. രാമസ്വാമി നായ്ക്കർ അല്ലെങ്കിൽ പെരിയോർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചെത്തിയ വ്യക്തിയാണ് E.V. രാമസ്വാമി നായ്ക്കർ അല്ലെങ്കിൽ പെരിയോർ. അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈക്കം വീരർ. വൈക്കം വീരർ എന്നറിയപ്പെടുന്ന വ്യക്തി E.V. രാമസ്വാമി നായ്ക്കർ ആണ്. ഇപ്പോൾ E.V. രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് കാൽനട ജാഥ നയിച്ചു. അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന പേര് വൈക്കം വീരർ. The first batch of volunteers for the Vaikam Satyagraha were Kunyapi from the Pulaya community, Bahulayan from the Eedava community, and Govinda Panikar from Nayar community. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യത്തെ ബാച്ച് വോളണ്ടിയേഴ്സ് പുലയ സമുദായത്തിൽ നിന്നും കുഞ്ഞാപ്പി, ഈഴവ സമുദായത്തിൽ നിന്നും ബാഹുലേയൻ, നായർ സമുദായത്തിൽ നിന്ന് ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ബാച്ച് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് പുലയ വിഭാഗത്തിൽ നിന്ന് കുഞ്ഞാപ്പി, ഈഴവ വിഭാഗത്തിൽ നിന്ന് ബാഹുലേയൻ, നായർ വിഭാഗത്തിൽ നിന്ന് ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു. വൈക്കം സത്യാഗ്രഹ ended on 23rd November 1925. It lasted for 603 days. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 603 ദിവസം നീണ്ടുനിന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 അത് 603 ദിവസമാണ് നീണ്ടുനിന്നത്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം വർഷം 1924. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ്. വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച സംഭവം എന്ന് പറയുന്നത് 1923 INCയുടെ കാക്കിനഡ സെഷനിൽ T.K. മാധവൻ അയിത്തത്തിനെതിരായി അവതരിപ്പിച്ച പ്രമേയത്തിൽ നിന്നുമാണ്. വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ മഹാറാണിയായിരുന്നു റീജന്റ് റാണി സേതുലക്ഷ്മി ഭായി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1920 മാർച്ച് 30 കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ വെച്ചാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകൾ എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കന്മാരായിരുന്നു T.K. മാധവനും K.P. കേശവമേനോനും. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1924 നവംബർ 1 വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. സവർണജാഥ എന്ന ആശയം നിർദ്ദേശിച്ചത് മഹാത്മാഗാന്ധിയാണ്.
വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് എം.ഇ. നായിഡു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച വ്യക്തിയാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ അല്ലെങ്കിൽ പെരിയോർ. അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈക്കം വീരർ. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം 1925 ഉദ്ദേശം വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കലായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ബാച്ച് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് പുലയ വിഭാഗത്തിൽ നിന്നും കുഞ്ഞാപ്പി, ഈഴവ വിഭാഗത്തിൽ നിന്നും ബാഹുലേയൻ, നായർ വിഭാഗത്തിൽ നിന്നും ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് 603 ദിവസമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹ. Guruvayur Satyagraha took place in 1931. Guruvayur Satyagraha was an effort to allow entry for untouchables in Guruvayur temple. ഗുരുവായൂർ സത്യാഗ്രഹം വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വർഷം 1931. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണജാതിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പ്രവേശനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണജാതിക്കാരായ വ്യക്തികൾക്ക് ക്ഷേത്ര പ്രവേശനം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റാർട്ടഡ് ഓൺ 1st November 1931 under the leadership of Kerala Provincial Congress in order to get Guruvayur temple opened for all Hindus. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1931 നവംബർ 1-ന് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉറപ്പാക്കുകയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-ന് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഉദ്ദേശം. ദ മെയിൻ ലീഡർ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ വാസ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് കെ കേളപ്പൻ. ദ വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ വാസ് എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയാണ് എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയാണ് എ കെ ഗോപാലൻ. ദ പ്രസിഡന്റ് ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി വാസ് മന്നത്ത് പത്മനാഭൻ ആൻഡ് ദ സെക്രട്ടറി ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി വാസ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. സെക്രട്ടറി കെ കേളപ്പനാണ്. കെ കേളപ്പൻ സ്റ്റാർട്ടഡ് ദ ഫാസ്റ്റ് ഓൺ September 21, 1932. It called on 2nd October 1932 as per the directions of Gandhiji. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21-ന്. നിരാഹാര സത്യാഗ്രഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം. ദ ഫസ്റ്റ് നോൺ ബ്രാഹ്മിൻ റാങ് ദ ബെൽ ഓഫ് ഗുരുവായൂർ ടെമ്പിൾ വാസ് പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണി മുഴക്കിയ അബ്രാഹ്മണനായ ആദ്യത്തെ വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണി മുഴക്കിയ അബ്രാഹ്മണനായ ആദ്യ വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം വർഷം 1931. അവർണജാതിയിൽപ്പെട്ടവർക്ക്
ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രവേശനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. അതിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം ഉറപ്പുവരുത്തുകയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കന്മാരൊരാളാണ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AK ഗോപാലൻ. സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മന്നത്ത് പത്മനാഭൻ. സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21-നാണ്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2-നാണ്. അത് അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്രമണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനായ വ്യക്തിയാണ് P. കൃഷ്ണപിള്ള. So friends, that's all about today's topic. We will continue in our next class. Thank you.